എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ വാങ്ങുന്നവരും സൗജന്യ കിറ്റ് വാങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നിലവിൽ മാർച്ച് മാസത്തെ സൗജന്യ കിറ്റിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ റേഷൻ്റെ വിതരണവും നടക്കുന്നുണ്ട്. അപ്പോൾ റേഷൻ കടകളിൽ സൗജന്യ കിറ്റും അതേപോലെ റേഷൻ സാധനങ്ങൾ ഉണ്ടായിട്ടും പലർക്കും ഈ ഒരു റേഷനും അതുപോലെ സൗജന്യ കിറ്റും ലഭിക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ റേഷൻ കടയിൽ പോയി റേഷൻ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ഈ പോസ്റ്റ് മെഷീനിൽ നമ്മുടെ വിരലടയാളം പതിപ്പിക്കണം. അതിനുശേഷമാണ് നമുക്ക് റേഷനും അതേപോലെ സൗജന്യ കിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിരലടയാളം പതിപ്പിക്കുന്നത് പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ സംവിധാനം പരാജയപ്പെടുന്നവർക്ക് റേഷൻ വാങ്ങാനുള്ള ഒരു സംവിധാനമാണ് OTP. കൈവിരൽ പതിയാത്ത ഘട്ടത്തിൽ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാർഡ് ഉടമയുടെ ഫോണിലേക്ക് ഒരു OTP സന്ദേശമെത്തും. ഈ 4 അക്ക നമ്പർ മെഷീനിൽ രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് ഉപഭോക്താവിന് റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, OTP ലഭിക്കാത്ത സാഹചര്യത്തിൽ മാനുവൽ ഇടപാടിലൂടെ റേഷൻ വിതരണം നടത്താൻ വ്യാപാരികൾക്ക് സൗകര്യമുണ്ടെങ്കിലും സിവിൽ സപ്ലൈസ് ഡയറക്ടറിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാത്തതിനാൽ ഭൂരിഭാഗം കച്ചവടക്കാരും മാനുവൽ വിതരണത്തിന് തയ്യാറല്ല. ഇത് പലയിടങ്ങളിലും കാർഡ് ഉടമകളും വ്യാപാരികളും തമ്മിലുള്ള തർക്കത്തിന് ഇടയാകാറുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വാണിജ്യ ആവശ്യം മുൻനിർത്തിയുള്ള SMS-കൾക്ക് ട്രായ് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ OTP വരികയില്ല. ടെലികോം കമ്പനികളുടെ ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമിൽ ID-യും കണ്ടന്റും രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളുടെ SMS-കളെല്ലാം ട്രായ് തടഞ്ഞതോടെ കൂടിയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് OTP വഴിയുള്ള റേഷൻ വിതരണവും സൗജന്യ കിറ്റ് വിതരണവും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. അപ്പോൾ SMS-കളുടെ ഉള്ളടക്കവും മറ്റു വിവരങ്ങളും ടെലികോം കമ്പനികളുടെ ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് നൽകിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ട്രായുടെ അനുമതി ലഭിച്ചാലുടൻ ഈ ഒരു OTP സംവിധാനം പുനഃസ്ഥാപിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു OTP വഴി റേഷൻ ആനുകൂല്യവും സൗജന്യ കിറ്റും മേടിക്കുന്നവർക്ക് ആ ഒരു ആനുകൂല്യം എന്തായാലും കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.